അതായത് ഈ യൂട്യൂബിൽ ചില കമൻസൊക്കെ വരുന്നുണ്ട്. അതുകൂടി നമ്മൾ ഈ പ്രേക്ഷകർ സജീവമായിട്ട് ഇതിൽ പങ്കെടുക്കുകയും ഈ സംവാദത്തിൽ പങ്കെടുക്കുകയും അവരുടെ അഭിപ്രായം പറയുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഒരു കമൻറ്റ് ഇതാണ്, പ്രീതി ജി, അതായത് ഒരു സ്ത്രീ അയച്ച കമൻ്റാണ്, ഇസ്ലാമിനെ പറയുന്ന ഷാജഹാനെ പിടിക്കുന്നില്ല എന്നുള്ളതാണ്. അല്ലാതെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, പിന്നെ ഈ മലപ്പുറത്തെ മുഖ്യമന്ത്രി അപകീർത്തിപ്പെടുത്തുന്നു എന്നുള്ള വിമർശനം ഏറ്റവും പ്രധാനമായി ഉന്നയിച്ചത് ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള സി കെ പത്മനാഭൻ അല്ലേ, സി കെ പത്മനാഭനല്ലേ അല്ലേ, അതായത് മലബാറിൽ നിന്നുള്ള BJPയുടെ ഏറ്റവും വലിയ നേതാവാണ് പിന്നെ മുസ്ലിം ഈ മലപ്പുറത്തെ അവഹേളിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞത്. മാത്രമല്ല ബാക്കി ഒരുപാട് BJP നേതാക്കന്മാരൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ പേര് മുസ്ലിമാണെന്നേ ഉള്ളൂ. എൻ്റെ കുടുംബത്തിലെ എല്ലാ പിന്നെ ജാതികളും എന്ന് പറയുന്നത് ശരിയല്ല, എല്ലായിടത്തും വന്ന ആളുകൾ എൻ്റെ കുടുംബത്തിലുണ്ട്. പക്ഷേ ഞങ്ങൾ പൊതുവിൽ ഒരു പിന്നെ യഥാർത്ഥ മതനിരപേക്ഷത എന്ന് ഞാൻ അഭിമാനിക്കുന്ന ഒരാളാണ്. പക്ഷേ ശരി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഈ പറഞ്ഞതുപോലെ അങ്ങനെ പ്രത്യേകിച്ചൊരു താല്പര്യമൊന്നുമില്ല. ഇപ്പോൾ പിന്നെ മുസ്ലിം സമുദായത്തെ അപകീർത്തിപ്പെടുത്തിയില്ല എന്നല്ലേ മുഖ്യമന്ത്രി വരെ വന്നിരുന്നു പറയുന്നത്. അപ്പോൾ പിന്നെ എന്നെ അതിനകത്തേക്ക് വലിച്ചിഴക്കുന്നത്. ഇതിലൊരു പുതിയ ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്, അതുകൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് നന്നായിരിക്കും. ഇപ്പോൾ ഗവർണർ ചീഫ് സെക്രട്ടറിയും DGPയെയും വിളിപ്പിച്ചിരിക്കുകയാണ്, നേരിട്ടെത്തി വിശദീകരണം നൽകുന്നതാണ്. കാരണം പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം, അതായത് കള്ളക്കടത്ത് നടക്കുന്നുണ്ട്, സ്വർണ്ണക്കടത്ത് നടക്കുന്നുണ്ടെന്ന് അറിയാം, എന്നിട്ടും അത് മറച്ചു വെച്ചു എന്നുള്ള ഗുരുതരമായ ഒരു ആരോപണം. അതിൽ വിശദീകരണം നൽകാനാണ്. ആരാണ് ദേശദ്രോഹികൾ എന്ന് വ്യക്തമാക്കണം എന്നൊക്കെയാണ് ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ തടിയപ്പാൻ പറ്റുമോ മുഖ്യമന്ത്രിക്ക്? അല്ല, ഇതെന്താണെന്നറിയാമോ, ഇത് പിന്നെ അല്ല, ഇതിനകത്ത് ഇപ്പം കള്ളക്കടത്ത് നടക്കുന്നുണ്ടെങ്കിൽ ആ കള്ളക്കടത്ത് നടത്തിയവരെ പിന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നൊന്നും ഇവിടുത്തെ ഭരണകൂടത്തിനൊരു താല്പര്യവുമില്ല. അവർക്ക് അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി കുറച്ച് കണക്കുകൾ പറയണം. ഇപ്പോൾ അവരെന്താ ചെയ്യുന്നത്, അവർക്ക് ഈ പറഞ്ഞതുപോലെ ഈ അൻവറൊക്കെ വന്ന് വലിയ വിമർശനങ്ങളൊക്കെ ഉയർത്തിയതിനെ തുടർന്ന് മതന്യൂനപക്ഷങ്ങൾ കയ്യിൽ നിന്ന് പോയതുകൊണ്ട് മതന്യൂനപക്ഷങ്ങൾ കുഴപ്പക്കാരാണെന്ന് വരുത്താൻ വേണ്ടിയിട്ട് കുറച്ച് കണക്കുകൾ അവർക്ക് കൊണ്ടുവരണം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് എന്ത് താല്പര്യമാണ് അവർക്കുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മുഖ്യമന്ത്രിക്കെതിരെ തന്നെ എന്തുമാത്രം ആരോപണങ്ങൾ ഉണ്ടായിരിക്കുന്നു, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയും. പിന്നെ മുഖ്യമന്ത്രിക്കെതിരെ മാത്രമല്ല, BJPക്കെതിരെ ഉണ്ട്, മുസ്ലിം ലീഗിനെതിരെ ഉണ്ട്. എന്തൊക്കെ ആരോപണങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു. ഈ ആരോപണങ്ങളൊക്കെ ഇങ്ങനെ ആരോപണങ്ങളായി നിൽക്കുന്നു. തങ്ങളുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാർ ഉപയോഗിക്കുന്നു എന്നുള്ളതല്ലാതെ കുറ്റം ചെയ്തവനെ ശിക്ഷിക്കണം, നിയമത്തിൽ കൊണ്ടുവരണം എന്നൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കേരളത്തിൽ ഒരു ബോധ്യവുമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. പിന്നെ ഗവർണർ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് DGPയും ചീഫ് സെക്രട്ടറിയൊക്കെ പറയാൻ പോകുന്നത് എന്താണ്, മുഖ്യമന്ത്രി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള വാദമാണ് ഉയർത്താൻ പോകുന്നത്. അല്ലാതെ ഇതിനകത്ത് എന്തെങ്കിലും അല്ല, അതിലൊരു പ്രശ്നമുണ്ട്. അതായത് ഈ അൻവർ ആരോപണം ഉന്നയിച്ചപ്പോൾ അൻവറിനെതിരെ തിരിച്ചടിച്ചത് സ്വർണ്ണക്കടത്തിന് ആരാണ് നേതൃത്വം നൽകുന്നത് എന്നൊക്കെ അൻവറുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ നടത്തില്ല. അപ്പോൾ അൻവർ സ്വർണ്ണക്കടത്തുകാരനാണ് എന്നറിഞ്ഞുകൊണ്ട് അയാളെയും കൊണ്ട് നടന്നു നോക്കിയതിൽ പെടും കേട്ടോ ഷാജഹാൻ. അല്ല, അതെ ഞാൻ പറഞ്ഞത്, അൻവർ സ്വർണ്ണക്കടത്ത് നടത്തുന്ന ഒരാളാണെന്ന് അറിയാം എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളവർ പറയുന്നു അല്ലേ? അങ്ങനെ ഒരു സ്വർണ്ണക്കടത്തുകാരനെ എന്തിന് നിങ്ങൾ കൂടെ കൊണ്ട് നടന്നു, അതും ഗവർണർ ചോദിച്ചിട്ടുണ്ട്. അല്ല അനിലേ, അതിലൊന്നും ഒരു തെറ്റുമില്ല, അതൊക്കെ ശരി തന്നെയാണ്. അൻവർ സ്വർണ്ണക്കള്ളക്കടത്തുകാരുമായിട്ട് ബന്ധമുള്ള ആളാണ് എന്നുള്ള ആരോപണം പത്രലേഖകർ ഉന്നയിച്ചപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, നിങ്ങൾ തന്നെ അത് പരിശോധിക്കൂ എന്ന് പറഞ്ഞു. ആ പത്രക്കാരാണോ പരിശോധിക്കേണ്ടത്? അൻവർ ഇപ്പോൾ ഈ ഗവൺമെൻറ്റിനെതിരെയും പിണറായിനെതിരെയും പറയാൻ തുടങ്ങിയിട്ട് 1-2 മാസമായല്ലോ. അൻവർ കള്ളക്കടത്തുകാരനാണെന്നുള്ള തെളിവ് ഇങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുവന്നാൽ പോരെ? അത് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. 1. 2, അൻവർ ആണെങ്കിൽ കാര്യകാരണ സഹിതം രേഖകളുടെയും ഓഡിയോയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ MR അജിത് കുമാർ എന്ന് പറഞ്ഞ ആളാണ് ഈ കേരളത്തിലെ കരിപ്പൂർ ബേസ്ഡ് കള്ളക്കടത്തിൻ്റെ തലതൊട്ടപ്പൻ എന്ന് അയാൾ തെളിവുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി വേറൊരു വശം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഇപ്പോൾ കള്ളക്കടത്തിനെ കുറിച്ചിട്ട് ഇത്രയും വാചാലമാകുന്ന ഗവർണർ ഉണ്ടല്ലോ, ആ ഗവർണർ ഉള്ള പാർട്ടിയുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഇവിടെ ഒന്ന് പ്രസംഗിച്ചിട്ട് പോയത് എന്താണ്? കള്ളക്കടത്ത് നടക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി എന്നും പറഞ്ഞിട്ടാണ് പ്രസംഗിച്ചിട്ട് പോയത്. അതിലും നടപടിയൊന്നുമില്ല. അപ്പം എല്ലാവർക്കും ഇതൊക്കെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഇതൊക്കെ എടുത്ത് ഉപയോഗിക്കും, ഇതൊക്കെ പറയും എന്നുള്ളതല്ലാതെ ആർക്കും ഗൗരവതരമായിട്ട് ഒരു താല്പര്യവും ഇതിനകത്ത് ഉള്ളതായിട്ട് ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയിട്ടില്ല. ഇത്രേ എനിക്ക് അതിനകത്തെക്കുറിച്ച് പറയാനുള്ളൂ.